നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ സിനിമാ സ്റ്റൈൽ കവർച്ച. 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർന്നു. പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരനും സംഘവും അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസ്. പ്രതിക്ക് 47 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ്. ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം പരോൾ അനുവദിക്കരുതെന്ന് ബേക്കൽ പോലീസ് റിപ്പോർട്ട് നിലനിൽക്കെയെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. കൈനിറയെ തൊഴിലവസരങ്ങൾ. കാസർഗോഡ് നടന്ന കുടുംബശ്രീ മെഗാ തൊഴിൽ മേള ശ്രദ്ധേയമായി. ഹയർ സെക്കൻഡറി തുല്യതാ വിജയികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉപ്പള ദേശീയപാതയിലെ നയാ ബസാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പേര് മാറിയത് യാത്രക്കാരെ വട്ടം കറക്കുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. SFIയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് വിക്ടറി ഡേ ആഘോഷം നടത്തി. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ സിനിമാ സ്റ്റൈൽ കവർച്ച. ജ്വല്ലറി ജീവനക്കാരിൽ നിന്ന് 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർന്നു. സംഭവത്തിനു പിന്നിൽ പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരനും സംഘത്തെയും അറസ്റ്റ് ചെയ്ത് പോലീസ്. മംഗളൂരുവിൽ സിനിമാ സ്റ്റൈൽ കവർച്ച പ്രതികൾ പിടിയിൽ. ജ്വല്ലറി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർച്ച ചെയ്ത കേസിലാണ് 5-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉള്ളാൾ സ്വദേശികളായ ഫാരിഷ്, സൗഫാൻ, അർഫത്ത് അലി, ഫറാസ്, ഹമ്പങ്കട്ടയിലെ ജ്വല്ലറി ജീവനക്കാരനായ പ്രായപൂർത്തിയാകാത്ത വ്യക്തി എന്നിവരെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി ജ്വല്ലറി ജീവനക്കാരനായ മുസ്തഫ തന്റെ സ്കൂട്ടറിൽ സ്വർണ്ണ ബിസ്ക്കറ്റുമായി പോകുമ്പോഴായിരുന്നു കവർച്ച നടന്നത്. അറസ്റ്റിലായ ഇയാളുടെ സഹപ്രവർത്തകൻ മറ്റു പ്രതികൾക്ക് വിവരം നൽകിയതനുസരിച്ച് കാർ സ്ട്രീറ്റ് പരിസരത്തെത്തിയപ്പോൾ 2 വാഹനങ്ങളിൽ എത്തിയ പ്രതികൾ ഇയാളെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. മുസ്തഫയിൽ നിന്നും സ്വർണം കവർന്ന ശേഷം ഇയാളെ ഏക്കൂർ ഭാഗത്ത് ഇറക്കിവിട്ടു. സ്വർണ്ണ ഇടപാടിനെ കുറിച്ച് മനസ്സിലാക്കിയ ജ്വല്ലറി ജീവനക്കാർ മറ്റു പ്രതികൾക്ക് മുസ്തഫ സ്വർണവുമായി പോകുന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ നൽകിയാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. ഇവർ സഞ്ചരിച്ച വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 47 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ബോവിക്കാനം മുതലപ്പാറയിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ നൌഷാദിനെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പ്രതി വിദ്യാർത്ഥിനികളെ പ്രലോഭിപ്പിച്ച് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ 47 വർഷത്തെ കഠിന തടവിനും 2.5 ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. ബോവിക്കാനം മുതലപ്പാറയിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ചെങ്കള KK കുന്നിൽ തൈവളപ്പിലെ അബ്ദുൾ നൌഷാദിനെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 10 മാസം അധിക കഠിന തടവും അനുഭവിക്കണം. 2019 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി മറ്റൊരു കേസിൽ കോടതി കുറ്റവാളിയെന്ന് കണ്ടെത്തി ശിക്ഷ അനുഭവിച്ച് വരികയാണ്. സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന നൌഷാദ് പിന്നീട് ഈ ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് മാറി. ഇയാൾ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥിനികളെ പ്രലോഭിപ്പിച്ച് മുതലപ്പാറയിലെ വാടക വീട്ടിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. ഭാര്യയും കുട്ടികളും സ്വന്തം വീട്ടിൽ പോയ സമയങ്ങളിലായിരുന്നു പീഡനം നടന്നത്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് വിദ്യാർത്ഥിനികൾ പീഡന വിവരം പുറത്തു പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം പോലീസിന് കൈമാറി. ആദൂർ ഇൻസ്പെക്ടറായിരുന്ന K പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK പ്രിയ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരോൾ അനുവദിക്കരുതെന്ന് ബേക്കൽ പോലീസ് റിപ്പോർട്ട് നിലനിൽക്കെയാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ കുറ്റപ്പെടുത്തി.
കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ CBI കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച പ്രവർത്തകർക്ക് കൂട്ടപ്പരോൾ നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. 8-ാം പ്രതി സുബീഷ് വെളുത്തോളിക്കും 4-ാം പ്രതി K അനിൽകുമാറിനുമായിരുന്നു ആദ്യം പരോൾ അനുവദിച്ചത്. 1 മാസം ബന്ധുവീട്ടിൽ താമസിച്ചു ഇവർ തിരിച്ചുപോയതിനു തൊട്ടു പിന്നാലെ 2-ാം പ്രതി സജി C ജോർജിനും 7-ാം പ്രതി അശ്വിനും പരോൾ അനുവദിച്ചു. സജി C ജോർജ് കണ്ണൂർ ചൊവ്വയിലെ വീട്ടിലും അശ്വിൻ ബേഡകത്തെ വീട്ടിലുമാണ് കഴിയുന്നത്. ഇവരുടെ പരോൾ കാലാവധി അവസാനിക്കും മുൻപ് 1-ാം പ്രതി A പീതാംബരൻ, 5-ാം പ്രതി ഗിജിൻ കല്യോട്ട്, 6-ാം പ്രതി R ശ്രീരാഗ് എന്നിവർക്ക് പരോൾ നൽകാനുള്ള നടപടിക്രമം പൂർത്തിയായതായാണ് വിവരം. 15-ാം പ്രതി K സുരേന്ദ്രന്റെ പരോൾ അപേക്ഷയിൽ ബേക്കൽ പോലീസിന്റെയും കൊല്ലപ്പെട്ട ശരത് ലാൽ, കൃപേഷ് എന്നിവരുടെ രക്തസാക്ഷികളുടെയും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. പരോൾ അനുവദിക്കരുതെന്ന് രക്ഷിതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരോൾ അനുവദിക്കരുതെന്ന് ബേക്കൽ പോലീസും റിപ്പോർട്ട് നൽകിയതായാണ് വിവരം. പോലീസിന്റെയും ജയിൽ ഉപദേശക സമിതിയുടെയും റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പാണ് പരോൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത്. പ്രതികൾക്ക് പരോൾ കൂട്ടത്തോടെ അനുവദിക്കാനുള്ള സർക്കാർ നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് DCC വ്യക്തമാക്കി. നാട്ടിൽ സമാധാന അന്തരീക്ഷത്തിന് കോറൽ സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി പോലീസും സർക്കാരും ആയിരിക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷിൻ്റെ ജയിലിൽ കഴിയുന്ന കൊലപാതകികൾക്ക് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സർക്കാരും ജയിൽ അധികൃതരും എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തുടരെ കൂട്ടത്തോടെ പരോൾ അനുവദിക്കുകയാണ്. ഇത് തികച്ചും നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്ന നടപടിയാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ വിജയൻ്റെ ഭാഗത്തു നിന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഇത് പൂർണ്ണമായി CPMൻ്റെ പൂർണ്ണ താല്പര്യത്തോടു കൂടി നടത്തുന്ന ഒരു നടപടിയാണ്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശ കമ്മിറ്റിയിലുള്ളത് CPMൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഒത്താശയോടുകൂടി, ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ അറിവോടുകൂടി, ലോക്കൽ സ്റ്റേഷനുകളുടെ അഭിപ്രായങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ തുടരെ കൂട്ടത്തോടെ ഇത്രയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂര കൊലപാതകത്തിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നു. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. നിയമത്തെ കേരളം ഭരിക്കുന്ന CPM പാർട്ടിയും പിണറായി വിജയനും നിയമവ്യവസ്ഥയെ അട്ടിമറിക്കപ്പെടുകയാണ്. സ്വാഭാവികമായും തുടരെ ഇതുപോലെയുള്ള കൊലപാതകികൾക്ക്, ക്രിമിനലുകൾക്ക് പരോൾ അനുവദിക്കുന്നത് നാട്ടിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കും, നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കും. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികളെ കൂടെ നിർത്തിക്കൊണ്ട് വലിയ പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. മാത്രമല്ല, ഇതിനെതിരെയുള്ള നിയമ പോരാട്ടങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് പോകും. 2017 ഫെബ്രുവരി 17-നാണ് നാടിന് നടുക്കിയ പെരിയ ഇരട്ടക്കൊലപാതകം നടന്നത്. കൂട്ടപ്പരോളിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും പോരാട്ടം തുടരാനാണ് കോൺഗ്രസിന്റെയും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൈനിറയെ തൊഴിലവസരങ്ങളുമായി കുടുംബശ്രീ മെഗാ തൊഴിൽ മേള. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ്
കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാനഗർ സൺറൈസ് പാർക്കിലാണ് ജില്ലാതല തൊഴിൽമേള സംഘടിപ്പിച്ചത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാതല തൊഴിൽമേള സംഘടിപ്പിച്ചു. വിദ്യാനഗർ സൺറൈസ് പാർക്കിൽ നടന്ന തൊഴിൽമേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന മേഖലകളിലും വിഷയങ്ങളിലുമായി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് വിജ്ഞാന കേരളം ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് ജോലിയുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്നത് 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെ, കേവലം നിങ്ങളെ, അതായത് നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ മാത്രമല്ല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഉള്ള തൊഴിൽ അന്വേഷകരെ കണ്ടെത്തിക്കൊണ്ട്, തൊഴിൽ വേക്കൻസികൾ കണ്ടെത്തിക്കൊണ്ട് അവിടേക്കും ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ രാജ്യത്തിന് പുറത്തുള്ള, ഇപ്പൊ ലുലു മാള്, അതേപോലെ തന്നെ രാജ്യത്തിന് പുറത്തുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ കൂടി ആവശ്യക്കാരെ നിയോഗിച്ചു കൊടുക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ കൂടി വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി നടക്കുകയാണ്. ആദ്യം നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള വേക്കൻസികൾ കണ്ടെത്തി അവിടെ അക്കോമഡേറ്റ് ചെയ്യുക, പിന്നീട് സംസ്ഥാനത്തിന് പുറത്തു പോകാൻ താല്പര്യമുള്ളവരെ അവിടെ കൊടുക്കുക, അതിനു ശേഷം നമുക്ക് രാജ്യത്തിന് പുറത്ത് തന്നെ പോകുന്ന കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ വിപുലമാർന്ന ഒരു അജണ്ടയുമായിട്ടാണ് വിജ്ഞാന കേരളം നമ്മുടെ സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നത്. വിജ്ഞാന കേരളത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ബാങ്കിംഗ്, IT, ഇൻഷുറൻസ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, സർവീസ് തുടങ്ങി 1000-ലധികം തൊഴിലവസരങ്ങളാണ് മേളയിലൂടെ ലഭ്യമാകുന്നത്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തി ഓരോ അയൽക്കൂട്ട കുടുംബങ്ങളുടെയും വരുമാനം വർദ്ധിപ്പിക്കുകയും പുത്തൻ തൊഴിലവസരങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രാപ്തി നൈപുണ്യ പരിശീലനത്തിലൂടെ യുവതിയുവാക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിനിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. തൊഴിൽമേളയിലെ മാറിവരുന്ന പ്രവണതകൾ മനസ്സിലാക്കി ലഭ്യമായ തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് അനുകൂലമായ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് കുടുംബശ്രീ. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KM കിഷോർ കുമാർ പദ്ധതി വിശദീകരിച്ചു. 2025 ജൂലൈ മാസത്തിൽ ആരംഭിച്ച 1 ലക്ഷം തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി 6000-ഓളം തൊഴിലവസരങ്ങളാണ് നിലവിൽ ജില്ലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ പകുതിയോളം പേർക്ക് ജോലി ലഭ്യമാക്കി കഴിഞ്ഞു. അർഹരായ പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച തൊഴിലുകൾ ഉറപ്പാക്കുകയാണ് ജില്ലാതല മെഗാ തൊഴിൽമേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കിഷോർ കുമാർ പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തൊഴിൽമേളയിൽ 200-ഓളം ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. 150-ലധികം തൊഴിലവസരങ്ങളിലേക്കാണ് അഭിമുഖങ്ങൾ നടന്നത്. വിദേശ കമ്പനികളായ അൽ ഹയത്ത്, എക്സ്പെർട്ടേസ്, ആസ്റ്റർ മിംസ്, ടാറ്റ ഗ്രൂപ്പ്, SBI ലൈഫ്, മലബാർ ഗോൾഡ്സ് തുടങ്ങി 30-ഓളം തൊഴിൽദായകർ മേളയിൽ പങ്കെടുത്തു. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ KP രഞ്ജിത്ത്, ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ M മധുസൂദനൻ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ TP ആതിര, CDS ചെയർപേഴ്സൺ റസിയ സലാം എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ M രേഷ്മ സ്വാഗതവും കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ കൃപ്ന C നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി തുല്യതാ വിജയികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ മികച്ച വിജയം നേടിയ ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കളെ ജില്ലാ പഞ്ചായത്തിന്റെയും സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ ആദരിച്ചു. 68-കാരിയായ ബളാലിലെ ആലിസ് ജോർജിനെയും മറ്റുയർന്ന ഗ്രേഡ് നേടിയവരെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ AG ഒലീനയും ചേർന്ന് ആദരിച്ചു. ജില്ലയിൽ 469 മുതിർന്നവർ വിജയിച്ചു. വിജയശതമാനം 85%. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് കന്നഡക്കാരെ മലയാളം പഠിപ്പിക്കുന്ന പച്ചമലയാളം കോഴ്സിന്റെ 100 പഠിതാക്കൾക്ക് പാഠപുസ്തകങ്ങൾ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത നൽകി. ഡിഗ്രി പ്രവേശനത്തെക്കുറിച്ച് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല തലശ്ശേരി മേഖലാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ CV അബ്ദുൾ ഗഫൂർ മാർഗനിർദ്ദേശങ്ങൾ നൽകി. മികച്ച പ്രകടനം കാഴ്ചവെച്ച സെന്റർ കോർഡിനേറ്റർമാരായ പ്രേരക്മാരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ശ്യാമലക്ഷ്മി, ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ M മധുസൂദനൻ, തദ്ദേശ വകുപ്പ് AD
ടി സുരേന്ദ്രൻ, ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ PN ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ M അബ്ദുൽ സലാം, VV ഷിജി, ജില്ലാ ആശാ കോർഡിനേറ്റർ P ശശികാന്ത്, സാക്ഷരതാ സമിതി അംഗം KV വിജയൻ മാസ്റ്റർ, CPV വിനോദ് മാസ്റ്റർ, M ഗീത എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയികളുടെ പ്രതിനിധികൾ അനുമോദനത്തിന് നന്ദിയും പറഞ്ഞു. 100-ലധികം പഠിതാക്കൾ ഡിഗ്രിക്ക് ചേരാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള ദേശീയപാതയിലെ നയാബസാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പേര് മാറിയത് യാത്രക്കാരെ വട്ടം കറക്കുകയാണ്. മംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന വഴിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് മംഗൾപാടി എന്ന പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉപ്പള ദേശീയപാത അധികൃതരുടെ അനാസ്ഥ മൂലം യാത്രക്കാർ വലയുകയാണ്. നയാബസാറിലേക്ക് പുറത്തുനിന്നെത്തുന്ന യാത്രക്കാരും പുതുതായി എത്തുന്ന ബസ് ജീവനക്കാരും ആശയക്കുഴപ്പത്തിലാകുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പേര് മാറിയതാണ് കാരണം. നയാബസാറിൽ നിന്ന് മംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന വഴിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് മംഗൾപാടി എന്ന പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയപാത തൽപ്പാടി മുതൽ ചെങ്കള വരെയുള്ള പ്രവൃത്തി ഏകദേശം പൂർത്തിയാകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോകേണ്ട പേരുകൾ അടയാളപ്പെടുത്തുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബോർഡുകളിൽ വ്യാപകമായ തെറ്റുണ്ട് എന്ന് പലപ്പോഴും നിർമ്മാണ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതുപോലെ ബസ് സ്റ്റാൻഡുകൾ അതിന്റെ സ്റ്റോപ്പ് അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായ ബസ് സ്റ്റോപ്പുകളുടെ പേരുകൾ പരസ്പരം മാറിയിട്ടുണ്ട്. അതുപോലെ ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കുന്നത്, അത് സ്ഥാപിക്കുന്ന സ്ഥലങ്ങൾ നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡിന്റെ ഒരുപാട് ദൂരമാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ നിർമ്മാണ കമ്പനിയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇതുവരെ തീരുമാനമായിട്ടില്ല. 1-2 പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോ പ്രധാനപ്പെട്ട മംഗൾപാടി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പാണ് നയാബസാർ. താലൂക്ക് ഓഫീസ്, താലൂക്ക് ഹോസ്പിറ്റല്, ഒരുപാട് സ്കൂളുകൾ, AEO ഓഫീസുകൾ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് മംഗൾപാടി എന്നാണ് അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്, പേരിട്ടിട്ടുള്ളത്. ഞാൻ പലപ്പോഴും അവരുടെ കളക്ടർ അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പേരുകൾ വ്യാപകമായി അവർ പരസ്പരം ബന്ധമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പേരുകൾ തെറ്റിയിട്ടാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധമാണ്. ഇത് എത്രയും പെട്ടെന്ന് മാറ്റണം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ആയി മാറുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ മൊഗ്രാളിൽ കാലാകാലങ്ങളിലായി അവിടെ ലീഗ് ഓഫീസ് എന്നാണ് ആ ബസ് സ്റ്റോപ്പിന്റെ പേര്. പക്ഷേ അത് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ട് പല ബന്ധമില്ലാത്ത പേരുകളൊക്കെ സ്ഥാപിച്ച് അവിടെ വലിയൊരു സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നയാബസാർ ബസ് സ്റ്റോപ്പിൽ അത് നയാബസാർ തന്നെയാണ്, അത് മംഗൾപാടിയല്ല. അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഇപ്പോ ഉപ്പള GHS ഉപ്പള സ്കൂൾ എന്നാണ്, അതിന്റെ VHS ഉപ്പള എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത് ഉടനടി അവർ മാറ്റി തന്നിട്ടുണ്ട്. ഇതൊരു അങ്ങേയറ്റം പ്രതിഷേധമാണ്. പല പേരുകളൊക്കെ ബന്ധമില്ലാത്ത പേരുകളായിരുന്നു അവർ സ്ഥാപിച്ചിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് മാറ്റി യഥാർത്ഥ പേരുകൾ അവിടെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തൊട്ടടുത്ത കൈക്കമ്പ സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് നയാബസാർ ആണെന്ന് മനസ്സിലാകുന്നത്. കാത്തിരിപ്പ് കേന്ദ്രം നയാബസാറിൽ നിന്ന് 150 മീറ്റർ മാറി ഒറ്റപ്പെട്ട സ്ഥലത്ത് സ്ഥാപിച്ചതിൽ നാട്ടുകാർക്ക് പരാതിയുമുണ്ട്. യാത്രക്കാർ മുൻപ് ബസ് കയറിയിരുന്ന സ്ഥലത്താണ് ഇപ്പോഴും ബസ് കാത്തു നിൽക്കുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. SFIയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് വിക്ടറി ഡേ ആഘോഷം നടത്തി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ ആനയിച്ച് വിജയഘോഷയാത്രയും നടത്തി. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം ആഘോഷിച്ച് SFI നേതൃത്വത്തിൽ വിക്ടറി ഡേ സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ ആനയിച്ച് വിജയഘോഷയാത്രയും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പുകളിൽ രാഷ്ട്രീയം പറയാൻ ഭയക്കുന്ന KSUവിനെയും MSFനെയും ABVPയെയും SFI തറപറ്റിച്ചത് നിശിതമായ രാഷ്ട്രീയം ഉയർത്തിയതാണെന്ന് ശിവപ്രസാദ് പറഞ്ഞു. സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം SFI ഉയർത്തുന്നത് ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ പ്രിയങ്കരായ സഖാക്കളെ, SFIക്ക് വേണ്ടി വർഗീയതക്കെതിരായി പോരാട്ടം നയിച്ച് വർഗീയവാദികളെയും അരാഷ്ട്രീയവാദികളെയും വലതുപക്ഷവാദികളെയും പരാജയപ്പെടുത്തി ഈ കേരളത്തിൻ്റെയും രാജ്യത്തെയും സമര യൗവനത്തിൻ്റെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന രക്തനക്ഷത്രം ഹൃദയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ തൂവള്ളക്കൊടിയെ വിജയത്തിലൂടെ ക്യാമ്പസുകൾ ഉയർത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ,
ആദ്യം തന്നെ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഋഷിത പവിത്രൻ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി കെ പ്രണവ്, സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സജീഷ്, കെ അനുരാഗ്, പി ഇമാനുവൽ, കെ പി വൈഷ്ണവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM-ഉം BJP-യും സയാമീസ് ഇരട്ടകളാണെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ ആരോപിച്ചു. കോൺഗ്രസ് രക്തസാക്ഷി KP സുരേന്ദ്രന്റെ 35ാം രക്തസാക്ഷി വാർഷിക ദിന ഭാഗമായി ചീമേനി ടൗണിൽ നടന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ RSS നേതൃത്വത്തിന് പറ്റാത്ത CPM നേതാക്കളെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നതെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. CPM-ഉം BJP-യും ശബരിമലയിൽ ആചാരലംഘനം നടത്തിയവരാണ്. യുവതി പ്രവേശനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വനിതാ മതിൽ തീർത്തവരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയതെന്നത് വിരോധാഭാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സംരക്ഷണത്തിനായി കോൺഗ്രസ് നേതാവായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മുന്നിട്ടിറങ്ങിയത്. ജനകീയ വിഷയങ്ങളുമായി സമരം ചെയ്യാനിറങ്ങിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് കുഞ്ചു നിർത്തി കൂമ്പിനിടിക്കുകയായിരുന്നു. ആദ്യം ചീമേനിയിൽ രക്തം വീഴ്ത്തിയതും ചീമേനിയുടെ മണ്ണിനെ രക്തപങ്കിലമാക്കിയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഠാര രാഷ്ട്രീയമാണ്. ഏറ്റവും അവസാനം ഈ ചീമേനിയുടെ മണ്ണിനെ രക്തപങ്കിലമാക്കിയിട്ടുള്ളതും അത് CPM-ന്റെ കഠാര രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലായിടത്തെയും പോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിൽ ഉത്തരവാദികൾ ആര് എന്നുള്ള കാര്യത്തിൽ ചീമേനിയിൽ രണ്ടുത്തരമില്ല, ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ചിലപ്പോൾ 24 മണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്ന പോലീസ് സേനാംഗങ്ങൾക്ക് പോലും സംസ്ഥാന സർക്കാർ 19% DA കുടിശ്ശിക വരുത്തിയതാണെന്ന് അവർ ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് വ്യക്തമായിരിക്കുകയാണ്. അനുസ്മരണ ചടങ്ങിൽ കയ്യൂർ ചീമേനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശ്രീ സത്യസായി ബാബയുടെ 100ാം ജന്മവാർഷികാഘോഷ ഭാഗമായി മാധവസേവ മാനവസേവ എന്ന ആപ്തവാക്യവുമായി ആരംഭിച്ച സത്യസായി പ്രേമപ്രവാഹിനി രഥ എഴുന്നള്ളത്ത് കേരളത്തിൽ പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. ഈ വർഷം ഏപ്രിൽ 24-ന് പുട്ടവർത്തിയിൽ നിന്നും 6 രഥങ്ങളാണ് പ്രയാണം ആരംഭിച്ചത്. ദക്ഷിണേന്ത്യയിൽ രഥങ്ങൾ പ്രയാണം നടത്തി വരികയാണ്. തമിഴ്നാട് സംസ്ഥാനത്ത് പ്രയാണം പൂർത്തിയാക്കി വയനാട് വഴിയാണ് ഓഗസ്റ്റ് 25-ന് കേരളത്തിലെത്തിയത്. വയനാട് വഴിയാണ് കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ചത്. സത്യസായി പ്രേമ പ്രവാഹിനി രഥ എഴുന്നള്ളത്തിന് തൃക്കരിപ്പൂർ ടൗണിൽ ശ്രീ സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൃക്കരിപ്പൂർ ബിരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്ന് പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ച് വേദപാരായണത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് തൃക്കരിപ്പൂർ ടൗണിൽ എത്തിച്ചത്. 100 കണക്കിന് സായി ഭക്തരും നാട്ടുകാരും സ്വീകരണത്തിൽ പങ്കെടുത്തു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യോഗത്തിൽ സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ R സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, സത്യസായി സേവാ സംഘടന സംസ്ഥാന പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. തൃക്കരിപ്പൂർ സത്യസായി സേവാ സമിതി സെക്രട്ടറി T സുമേഷ്, സത്യസായി പ്രേമകുടീരം സെക്രട്ടറി A ജനാർദ്ദനൻ, സംസ്ഥാന ആധ്യാത്മിക വിഭാഗം ഇൻചാർജ് PK പുരുഷോത്തമൻ, മഹിളാ വിഭാഗം സംസ്ഥാന കോഓർഡിനേറ്റർ രശ്മിത ഷാജി, സംസ്ഥാന സർവീസ് കോഓർഡിനേറ്റർ K ഹരികൃഷ്ണൻ, അഡ്വക്കേറ്റ് KC വിജയകുമാർ എന്നിവർ സംസാരിച്ചു. നേരത്തെ ടൗണിൽ നടന്ന ആധ്യാത്മിക യോഗത്തിൽ V ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സേവാസമിതി മുൻ സംസ്ഥാന കോഓർഡിനേറ്റർ KP രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. AM പ്രഭാകരൻ, മാധവ വാര്യർ, K സതീശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് രഥ എഴുന്നള്ളത്ത് ചീമേനി, കാഞ്ഞങ്ങാട്, പെരിയ, ഉദുമ എന്നിവിടങ്ങളിലെ പ്രയാണത്തിന് ശേഷം കാസർഗോഡ് ടൗണിൽ ജില്ലയിലെ പര്യടനം പൂർത്തീകരിച്ചു. തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ ജില്ലയിലെ രഥ എഴുന്നള്ളത്ത് പയ്യന്നൂർ ആനന്ദതീർത്ഥ ആശ്രമത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാനറ ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ AKCBRA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന ജില്ലാ സെക്രട്ടറി PRRS അയ്യർ ഉദ്ഘാടനം ചെയ്തു. ബാങ്കുകളിൽ നിന്ന് വിരമിച്ചവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കണമെന്ന് ഓൾ കേരള കാനറ ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സമ്മേളനം ഓൾ കേരള കാനറ ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ സെക്രട്ടറി PRRS അയ്യർ ഉദ്ഘാടനം ചെയ്തു. AP രവീന്ദ്രനാഥിനെ വീണ്ടും ജനറൽ സെക്രട്ടറിയോട് തെരഞ്ഞെടുത്തു. അദ്ദേഹം പക്ഷേ നമ്മുടെ
ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടേണേഴ്സ് ഫെഡറേഷൻ്റെ കോൺഫറൻസ് നടന്നു ബാംഗ്ലൂരിൽ ഫെബ്രുവരി മാസം 23-ന്. അവിടെ വെച്ച് അദ്ദേഹത്തിന് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു റൂമിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് എന്താ പറയുക. കാനറ ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AKBRF ജില്ലാ പ്രസിഡന്റ് മാധവ് ഭട്ട്, ജില്ലാ സെക്രട്ടറി KV ഗംഗാധരൻ, AKCBRA സംഘടനാ സെക്രട്ടറി KV സൂരി എന്നിവർ പ്രസംഗിച്ചു. ഓൾ കേരള കാനറ ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി K കരുണാകരൻ സ്വാഗതവും രാഘവൻ K പനത്തടി നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി K കരുണാകരനെ ജില്ലാ പ്രസിഡന്റായും വി രവീന്ദ്രനെ ജില്ലാ സെക്രട്ടറിയായും P കൃഷ്ണൻ, രാഘവൻ K പനത്തടി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും P രവീന്ദ്രൻ, K മാധവൻ, K നാരായണൻ വോർക്കാടി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും K കൃഷ്ണൻ നായർ, HD പത്മനാഭ, N സുശീല, TV ജോസ്, G ജയപ്രകാശ്, T കൃഷ്ണൻ, D ശ്രീനിവാസ, CK ഭാസ്കരൻ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് C രവി തിരഞ്ഞെടുക്കപ്പെട്ടു. സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ PV സതീശൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ഇദ്ദേഹം തൃക്കരിപ്പൂർ തങ്കയം സ്വദേശിയാണ്. തൃക്കരിപ്പൂർ ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി C രവി തിരഞ്ഞെടുക്കപ്പെട്ടു. സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ PV സതീശൻ പ്രസിഡന്റ് ഏറ്റവും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ ഒരു മാതൃകാപരമായ ഒരു ബാങ്കാണ് തൃക്കരിപ്പൂർ. അത് പറയാൻ കാരണമുണ്ട്. അതായത് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ബാങ്കല്ല, പഴയ സഹകരണ മുന്നണി എന്ന് പറഞ്ഞ് രൂപീകരിച്ച ഒരു മുന്നണിയാണ് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. ദീർഘകാലം കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ച C രവി നിലവിൽ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. 2015-2020 കാലയളവിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് തൃക്കരിപ്പൂർ ടൗൺ ഡിവിഷൻ മെമ്പറായും കേരള മോട്ടോർ ലേബർ യൂണിയൻ INTUC കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് C രവിയെ സഹകരണ മുന്നണി നേതൃത്വത്തിൽ അനുമോദിച്ചു. ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് LK യൂസഫ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് VV വിജയൻ, C സുനിൽകുമാർ, P കുഞ്ഞിക്കണ്ണൻ, OT അഹമ്മദ് ഹാജി, E ബാലകൃഷ്ണൻ, P സുബ്രഹ്മണ്യൻ, PV തമ്പാൻ, K ശശി, ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ C സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. NA നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം കാസർഗോഡ് കേരള ബാങ്ക് കോൺഫറൻസ് ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ M ശങ്കരി നഗറിൽ നടന്നു. സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പാവങ്ങളെ സഹായിക്കുവാനും പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ രൂപീകരിച്ച സഹകരണ പ്രസ്ഥാനങ്ങൾ വളർത്തുവാനും ഈ കാസർഗോഡ് ജില്ല കേരള ബാങ്ക് എംപ്ലോയീസിന്റെ ഈ സമ്മേളനം നമുക്ക് വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് CK അബ്ദുൾ റഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ AKBEF ജില്ലാ സെക്രട്ടറി ആനന്ദ് MK, സംസ്ഥാന കമ്മിറ്റി മെമ്പർ KM പ്രകാശൻ, വനിതാ കൺവീനർ P ലത, K ശ്രീധരൻ നായർ എന്നിവർ സംസാരിച്ചു. A പ്രകാശ് റാവു സ്വാഗതവും KV ശ്രീജിത്ത് കുമാർ നന്ദിയും പറഞ്ഞു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പെൻഷൻ പ്രായം കൂട്ടുക, കേരള ബാങ്കിലെ ജീവനക്കാർക്ക് സ്വന്തം പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി P ഉണ്ണികൃഷ്ണൻ, ജനറൽ സെക്രട്ടറിയായി A പ്രകാശ് റാവു, ട്രഷററായി VV ഗോപി, സെക്രട്ടറിയായി ശ്രീജിത്ത് കുമാർ KV എന്നിവരെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി ഇബ്രാഹിം, ഖലീൽ, സുനിൽകുമാർ PVT, ജീന C, ജോയിന്റ് സെക്രട്ടറിമാരായി സുബ്രഹ്മണ്യൻ PV, ലത P, മണി P, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായി ശ്രീരേഖ A, കമ്മിറ്റി അംഗങ്ങളായി ബേബി K, ജോസി ജോസ്, മിനി KV, റീത P, സുധീഷ്, വിവേക്, പ്രവീൺ കുമാർ, ഷിബു ജെയിംസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ടെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം
കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു. ഇരിയ പറക്കളായി റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തിയത്. ധർമ്മസമരം BJP സംസ്ഥാന കമ്മിറ്റി അംഗം വേലായുധൻ കൊടവലം ഉദ്ഘാടനം ചെയ്തു. ഈ വൈകുന്നേരം വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ ഇങ്ങനെയൊരു സമരത്തിന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പറക്കളായി ലാലൂർ ഇരിയ ഇങ്ങനെ റോഡ് എത്രയോ വർഷങ്ങളായി, ഏതാണ്ട് 50 വർഷത്തിലധികമായി ഗതാഗത യോഗ്യമല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടും പൂർണ്ണമായും ടാർ ചെയ്യാതെയും ഒരു റോഡ് കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിൽ എവിടെ നോക്കിയാലും പ്രധാനമന്ത്രി സഡക് യോജനയും കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ആധുനികമായ റോഡ് കാണാൻ സാധിക്കും. കാസർഗോഡ് ജില്ലയുടെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള 640 കിലോമീറ്ററോളം ദൂരത്തിൽ അത്യന്താധുനികമായ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ദേശീയപാത പോവുകയാണ്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പ്രയോജനം ഈ നാട്ടുകാർക്ക് കിട്ടണമെങ്കിൽ പറക്കളായി മുതൽ ലാലൂർ മുതൽ ഇരിയ വരെയുള്ള ആളുകൾക്ക് പൂർണ്ണമായും കിട്ടണമെങ്കിൽ ഈ വളരെ വർഷങ്ങൾ നീണ്ടുനിന്ന, വളരെ വർഷങ്ങളായി പൂർണ്ണമായും ടാർ ചെയ്യാത്ത ഒരു റോഡ്, ആ റോഡിൽ കൂടി കുട്ടികൾക്കും വയസ്സന്മാർക്കും രോഗികൾക്കും ഒക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് പാവപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇവിടെ സമരം ചെയ്യുന്നത്. കോടമ്പളൂർ പഞ്ചായത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പരിശോധിച്ചാൽ CPM-ന്റെ ആളുകൾ താമസിക്കുന്നിടത്ത് മാത്രം റോഡ് ടാർ ചെയ്യുകയും BJP, കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ താമസിക്കുന്ന, ഭൂരിപക്ഷം ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെയും യാതൊരുവിധ വികസനവുമില്ലാതെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ വികസനത്തിൽ രാഷ്ട്രീയം കാണിക്കുന്ന ഏറ്റവും നാണം കെട്ട ഒരു രീതിയാണ് കോടമ്പളൂർ പഞ്ചായത്ത് കുറെ വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നത്. യോഗത്തിൽ BJP കോടോംബേളൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേമരാജ് കാളിക്കടവ്, വെള്ളരിക്കുണ്ട് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പറക്കളായി, മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജയൻ മുളവന്നൂർ, ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മേലത്ത്, പഞ്ചായത്ത് സെക്രട്ടറി രവി പൂതങ്ങാനം, മണ്ഡലം സെക്രട്ടറി ശാന്ത വയമ്പിൽ, ജ്യോതി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോകഹൃദയ ദിനാചരണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാതല പരിപാടി മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം. ഹൃദയത്തെപ്പറ്റി ഓർമ്മിപ്പിക്കാനും ഹൃദയാരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് അറിയാനുമാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായി ഈ ദിനം ആചരിക്കുന്നത്. ഹൃദയത്തിന്റെ സ്പന്ദനം അറിയാതെ പോകരുത് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ജില്ലാതല പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിച്ചു. അത് ചെയ്യാനുള്ള ഒരു ധൈര്യം ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് വളരെ ചുരുക്കം ആളുകൾക്കാണ്. ഈ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാലും ഒരുപാട് ഘടകങ്ങൾ ഇതിനെ നോക്കാനുണ്ടെന്ന് തോന്നുന്നില്ലേ? വെയിറ്റൊക്കെ ഒരു ഘടകം തോന്നുന്നുണ്ടല്ലേ? ഈ രോഗിയുടെ ഇതും കൊടുക്കുന്ന ആളിൻ്റെയൊക്കെ വായിച്ചറിഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ആരോഗ്യരംഗത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവയവ ദാനമൊക്കെ ഒരു കാലഘട്ടത്തിൽ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആരും തന്നെ സന്നദ്ധരാകാതിരുന്ന ഒരു കാലമാണ് അല്ലേ? ഈ ആയുഷ്കാലം എന്നെങ്ങാനും പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു മുമ്പ്, മുകേഷിൻ്റെ. അപ്പോൾ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ അതിനകത്ത് നടത്തിയിട്ട് പിന്നെ മരിച്ച ആളിനെ തന്നെ കാണുക, അതായത് ആരുടെ ഹൃദയമാണോ പിന്നെ സ്വീകരിച്ചത് അയാളെങ്ങനെ കൂടെ തന്നെ വരിക, കാണാൻ പറ്റുക, മറ്റുള്ളവർക്ക് അയാളെ കാണാൻ പറ്റാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആളുകൾ ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? അന്ന് ഇത്രയും ഒന്നും ശാസ്ത്രം വികസിക്കുകയോ ഇതിനെക്കുറിച്ച് അധികം ധാരണകളൊന്നും ആളുകൾക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ധാരാളം ആളുകൾ മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോഴൊക്കെ അവയവദാനം നടത്തുന്നതിന് സന്നദ്ധരായിട്ട് ധാരാളം കുടുംബങ്ങളൊക്കെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജീജ MP-യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ജില്ലാ ആശുപത്രി PRO റിൻസ് മാണി നന്ദിയും പറഞ്ഞു. IMA കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ശശിധര റാവു, ഡിസ്ട്രിക്ട് വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഗിരീഷ് KV, ടെക്നിക്കൽ അസിസ്റ്റന്റ് വിമൽ ഭൂഷൺ തുടങ്ങിയവർ സംസാരിച്ചു.
ആരോഗ്യ പ്രവർത്തകർക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന വിഷയത്തിൽ ജില്ലാ ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടർ അഭിനന്ദ്, അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി എന്നിവർ ബോധവൽക്കരണ സെമിനാർ നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം, KGMOA, IMA കാസർഗോഡ് എന്നിവരുടെ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കനിവ് ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3-ന്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കനിവ് ഫിസിയോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3-ന് വൈകിട്ട് 4 മണിക്ക് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K. രാജ്മോഹൻ അധ്യക്ഷത വഹിക്കും. കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം M. രാജഗോപാലൻ MLA-യും ഓഫീസിന്റെ ഉദ്ഘാടനം E. ചന്ദ്രശേഖരൻ MLA-യും നിർവഹിക്കും. ഫണ്ട് ഏറ്റുവാങ്ങൽ മുൻ MLA-യും കനിവ് ജില്ലാ ചെയർമാൻ കൂടിയായ KV കുഞ്ഞിരാമൻ നിർവഹിക്കും. പാലിയേറ്റീവ് ഉപകരണങ്ങൾ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയും മെമ്പർഷിപ്പ് വിതരണം കനിവ് ജില്ലാ സെക്രട്ടറി TP സുകുമാരനും നിർവഹിക്കും. കനിവ് ഏരിയ കോർഡിനേറ്ററും സംഘാടക സമിതി കൺവീനറുമായ N. പ്രിയേഷ് സ്വാഗതം പറയും. മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് അവാർഡ് ഏറ്റുവാങ്ങിയ കനിവ് ജില്ലാ ട്രഷറർ AM അബ്ദുൽ ഖാദറിനെ ചടങ്ങിൽ ആദരിക്കും. പ്രാദേശികമായ യൂണിറ്റുകൾ മണിജർമാരുടെ യൂണിറ്റുകളുമായി നന്നായി ഹോം കെയർ ഉൾപ്പെടെയുള്ള സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സംഘടനയാണ്. ഇതുവരെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ മാസത്തിൽ ഒരു തവണയെങ്കിലും ചെന്ന് കണ്ട് അവരുടെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ ബ്ലഡ് ഷുഗറും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക, ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ, ഉപകരണങ്ങൾ ഒക്കെ നൽകുക. ഇതൊക്കെയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനം. കുറച്ചുകൂടി അത് വിപുലപ്പെടുത്താനുള്ള ഒരാലോചനയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ഫിസിയോതെറാപ്പി സെന്ററുകൾ, മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ക്ലിനിക്കുകൾ, ഇതെല്ലാം ആരംഭിക്കാൻ ആവശ്യമായിട്ടൊരു തീരുമാനം കൈക്കൊള്ളുക. അതിൻ്റെ ഭാഗമായി നേരത്തെ ചെറുവത്തൂരിൽ ഒരു ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങി നന്നായി അത് പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നു. തികച്ചും സൗജന്യമായിട്ടല്ല, എന്നാൽ ഫിസിയോതെറാപ്പി സെന്ററുകളിൽ വാങ്ങിക്കുന്ന അത്രയും വലിയ തുക വാങ്ങിക്കാതെ ഒരു പേഷ്യന്റിന് ആശ്വാസം നൽകാൻ സാധിക്കുന്ന ഒരു പ്രവർത്തന സംവിധാനം എന്നുള്ള നിലയിലാണ് അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. ചടങ്ങിൽ നഗരസഭ മുൻ ചെയർമാൻ VV രമേശൻ, PK നിശാന്ത്, കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിക്കും. കനിവ് ഫിസിയോതെറാപ്പി സെക്രട്ടറി ജ്യോതിഷ് KP നന്ദിയർപ്പിച്ച് സംസാരിക്കും. ചെയർമാൻ KV കുഞ്ഞിരാമൻ, കൺവീനർ N. പ്രിയേഷ്, കനിവ് ഫിസിയോതെറാപ്പി സെക്രട്ടറി KP ജ്യോതിഷ്, മുനിസിപ്പൽ സെക്രട്ടറി KV രതീഷ്, KV ജയപാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ തുളുനാടൻ കളരി പ്രദർശനം നടത്തി. രത്നാകരൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ ബാച്ചിന്റെ കളരി പ്രദർശനമാണ് സംഘടിപ്പിച്ചത്. രത്നാകരൻ ഗുരുക്കൾ രതീഷ്, സജിത്, അഭിമന്യു, ഷാജി, സച്ചിൻ, മുകേഷ്, ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ സിനിമാ സ്റ്റൈൽ കവർച്ച. 1.5 കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർന്നു. പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരനും സംഘവും അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസ്. പ്രതിക്ക് 47 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ.
പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ്. ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം പരോൾ അനുവദിക്കരുതെന്ന് ബേക്കൽ പോലീസ് റിപ്പോർട്ട് നിലനിൽക്കെയെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. കൈനിറയെ തൊഴിലവസരങ്ങൾ. കാസർഗോഡ് നടന്ന കുടുംബശ്രീ മെഗാ തൊഴിൽ മേള ശ്രദ്ധേയമായി. ഹയർ സെക്കൻഡറി തുല്യതാ വിജയികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉപ്പള ദേശീയപാതയിലെ നയാ ബസാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പേര് മാറിയത് യാത്രക്കാരെ വട്ടം കറക്കുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. SFIയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് വിക്ടറി ഡേ ആഘോഷം നടത്തി. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.